ടോട്ടോ ചാൻ, ജനാലക്കരികിലെ വികൃതിക്കുട്ടി. തെത്സുക്കോ കുറോയാനഗി. പ്രസിദ്ധീകരണം നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഇന്ത്യ. സൊസാക്കു കൊബായാഷിയുടെ സ്മരണയ്ക്ക്. ജാപ്പനീസ് ഭാഷയിൽ ചൂടപ്പം പോലെ വിറ്റ ഒരു പുസ്തകമാണ് 1982 പുറത്തിറങ്ങിയ ടോട്ടോ ചാൻ. ടോമോ എന്ന അന്യാദൃശ സ്കൂളിനെക്കുറിച്ചുള്ള ഈ പുസ്തകം കുട്ടികളെ സ്നേഹിക്കുന്ന എല്ലാവരാലും വായിക്കപ്പെടുന്നു. 100,000-ലേറെ പ്രതികൾ മലയാളത്തിൽ വിൽക്കപ്പെട്ടു. ടോട്ടോ ഇനി ഈ സ്കൂളിലെ കുട്ടിയാണ്. മാസ്റ്ററുടെ ഈ വാക്കുകൾ കേട്ട നിമിഷം മുതൽ എങ്ങനെയെങ്കിലും അടുത്ത പ്രഭാതം ഇങ്ങെത്തിയാൽ മതിയെന്നായി ടോട്ടോ ചാന്. ഒരു പകലിനു വേണ്ടി ഇത്രയേറെ ആഗ്രഹത്തോടെ അവൾ ഇന്നേ വരെ കാത്തിരുന്നിട്ടില്ല. അതായിരുന്നു ടോട്ടോ ചാൻ എന്ന വികൃതി പെൺകുട്ടിയുടെ ഹൃദയം കവർന്ന ടോമോ വിദ്യാലയം. ടോട്ടോ ചാനെ കാണുമ്പോഴെല്ലാം ദാ നോക്ക്, നേരായിട്ടും നീയൊരു നല്ല കുട്ടിയാ എന്ന് ഓർമ്മിപ്പിച്ച സ്നേഹനിധിയും ഭാവനാശാലിയുമായ ഹെഡ്മാസ്റ്റർ കൊബായാഷി. തെത്സുക്കോ കുറോയാനഗിയായി വളർന്ന പഴയ ടോട്ടോ ചാൻ അവളുടെ സ്കൂളിനെക്കുറിച്ചും കൊബായാഷി മാസ്റ്ററെക്കുറിച്ചും കൂമ്പാരക്കണക്കിന് വിശേഷങ്ങളാണ് ഈ നോവലിൽ നമ്മോട് പറയുന്നത്. കുട്ടികളുമായി ഇടപഴകിയ ഓരോരുത്തർക്കും നൽകാൻ അവർ അധ്യാപകരോ രക്ഷകർത്താക്കളോ മുത്തശ്ശി മുത്തശ്ശന്മാരോ എന്നല്ല, കുട്ടികൾ തന്നെയോ ആയിക്കൊള്ളട്ടെ, ഒരുപാടുണ്ട് യുനിസെഫിന്റെ ഈ ഗുഡ്വിൽ അംബാസഡറുടെ പക്കൽ. ശ്രദ്ധേയനായ കവി അൻവർ അലിയാണ് ഈ പുസ്തകം ഉജ്ജ്വലമായി മലയാളത്തിലേക്കാക്കിയിരിക്കുന്നത്. 1992 കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്താണ് ഈ പുസ്തകത്തിന്റെ ആദ്യ മലയാള പരിഭാഷ പുറത്തിറക്കിയത്. ഒരിക്കൽ ഒരു കുട്ടി ഒരു കത്തെഴുതുകയാണ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കഥാകാരിക്ക്. ആ കത്തിലെ വരികൾ ഇപ്രകാരമാണ്: എനിക്ക് കൊച്ചു ടോട്ടോയെ പോലെ ഒരു അമ്മയും കൊച്ചു ടോട്ടോയുടെ ഒരു അധ്യാപകനും ഒരു വിദ്യാലയവും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ നശിച്ച സ്ഥലത്ത് എത്തുമായിരുന്നില്ല. ആ കുഞ്ഞുകുട്ടി എഴുതിയത് ഒരു തടവറയിൽ നിന്നാണ്. അവിടെ അവർക്ക് ലഭിച്ച ഒരു പുസ്തകത്തിലെ ടോട്ടോയുടെ ജീവിതം അവർ വായിച്ചെടുക്കുകയാണ്. അവർക്ക് പ്രിയപ്പെട്ട ഒരു അധ്യാപകനുണ്ടായിരുന്നു, അവർക്ക് പ്രിയപ്പെട്ട ഒരു വിദ്യാലയം ഉണ്ടായിരുന്നു. തനിക്കിതൊന്നും ലഭിച്ചില്ല, അതുകൊണ്ട് താൻ അകപ്പെട്ടത് ഒരു തടവറയിലായി പോയല്ലോ. വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ട ടോട്ടോ ചാൻ, ജനാലക്കരികിലെ ഒരു വികൃതിക്കുട്ടി എന്ന തെത്സുഗോ കുറോയാനഗിയുടെ പുസ്തകത്തെ ആസ്പദമാക്കി നിരവധി പഠനങ്ങളും നിരവധി പുസ്തകങ്ങളും എഴുതപ്പെട്ടിട്ടുണ്ട്. ടോട്ടോ ചാൻ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു ശേഖരം തന്നെയുണ്ട്. ഒരു പഴമൊഴിയായി തീർന്ന ഒരു വാക്കുകൾ ആയി മാറിയത്. എന്തുകൊണ്ട് ടോട്ടോ ചാൻ ഇതുവരെ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസ രീതികളെയൊക്കെ മാറ്റിമറിച്ച ഒരു പുസ്തകം ആണെന്ന് പറയാം. കാരണം അതുവരെ കുട്ടിയെ അറിഞ്ഞു പഠിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നില്ല. ലോകത്ത് എല്ലാവരും ഈ പുസ്തകം ഇറങ്ങിയപ്പോഴാണ് തങ്ങളുടെ മക്കളെ ഇങ്ങനെ പഠിപ്പിക്കാമെന്ന് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ കുട്ടികൾക്കും അധ്യാപകർക്കും മാതാപിതാക്കൾക്കും മുത്തശ്ശിമാർക്കും മുത്തശ്ശനുമൊക്കെ ഒരുപോലെ ഇതിൻ്റെ അനുഭവങ്ങൾ, ഇതിൻ്റെ എങ്ങനെയാണ് തൻ്റെ കൊച്ചു മകനെ സ്വീകരിക്കേണ്ടത്, മകളെ സ്വീകരിക്കേണ്ടത്, എങ്ങനെയാണ് അവർക്ക് അറിവ് പകർന്നു നൽകേണ്ടത് എന്ന വലിയ പാഠം നൽകുന്നുണ്ട്. ജപ്പാനിലെ ബെസ്റ്റ് സെല്ലറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പുസ്തകമാണ്. ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു വനിത എഴുതിയ പുസ്തകത്തിന് ബെസ്റ്റ് സെല്ലറായിട്ട് ലഭിച്ചത് ഈ ടോട്ടോ ചാൻ എന്ന പുസ്തകത്തിലൂടെയാണ്. ഈ ടോട്ടോ ചാൻ എന്ന പുസ്തകം തൻ്റെ പ്രിയപ്പെട്ട അധ്യാപകന് വേണ്ടി ഗുരുദക്ഷിണയായിട്ട് തെത്സുഗോ കുറോയാനഗി എഴുതിയ പുസ്തകമാണ്. തൻ്റെ പ്രിയപ്പെട്ട അധ്യാപകൻ കൊബായാഷി മാസ്റ്ററാണ്.
കൊബായാഷി മാസ്റ്റർ കുറിച്ച് പറയുമ്പോൾ 100 നാവാണ് തെത്സുഗോയ്ക്ക്. കാരണം തൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച, താൻ എന്തെങ്കിലും ആണെങ്കിൽ അത് കൊബായാഷി മാസ്റ്ററാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് തെത്സുഗോ. ഇന്ന് ലോക സംഘടനകളിലൊക്കെ തെത്സുഗോ ഇന്ന് അംഗമാണ്. അതിനൊക്കെ കാരണമായിട്ട് അവർ പറയുന്നത് ഈ വിദ്യാലയത്തെ കുറിച്ചാണ്. ടോട്ടോചാൻ അത് സബ് ടൈറ്റിലായിട്ട് വരുന്നത് ജനാലക്കരികിലെ കുട്ടി, ഒരു വികൃതി കുട്ടി എന്നാണ്. കുട്ടിയെന്നല്ല, വികൃതി കുട്ടി എന്നാണ്. നമ്മളൊക്കെ ഈ ഒരു ജനാലക്കരികിൽ നിന്ന് പുറത്തേക്ക് നോക്കി നിന്ന ഒരു കാലഘട്ടമുണ്ട്. അത് ഒരു സ്വാതന്ത്ര്യത്തെ കാക്ഷിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ച. നമ്മുടെ ബാല്യത്തിലും ഇതുപോലെ ഒരു വിദ്യാലയത്തിൽ ചെന്ന് പുറത്തേക്ക് നോക്കിയിരുന്ന് 4 മണിയിലത്തെ ഒരു ബെല്ലിൻ്റെ ശബ്ദത്തിനായിട്ട് കാതോർത്ത കാലം. ഇവിടെ ആദ്യത്തെ വിദ്യാലയത്തിലെ ടോട്ടോയ്ക്ക് നല്ല സ്വീകരണമല്ല ലഭിക്കുന്നത്. എപ്പോഴും വികൃതി കാട്ടുന്ന കുട്ടിയായതിനാൽ പലപ്പോഴും പുറത്തു നിൽക്കേണ്ടി വന്നു. ജനാലയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയാണ്. എന്തിനു വേണ്ടി? പുറത്തെ കാഴ്ചകൾ കാണാനും വല്ല ശബ്ദത്തോടു കൂടിയിട്ടുള്ള വാദ്യങ്ങൾ വരുമ്പോൾ അവരെ കൈകൊട്ടി അകത്തേക്ക് വിളിക്കുക. അങ്ങനെ ക്ലാസ്സിന് മൊത്തം ശ്രദ്ധ തിരിച്ചു കളയുന്ന ഒരു വികൃതിയായ കുട്ടി. ആ അധ്യാപകർക്കൊന്നും ആ ഒരു വിദ്യാർത്ഥിയെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവരൊരു ദിവസം ടോട്ടോ അറിയാതെ അവരുടെ അമ്മയെ വിളിച്ച് കാര്യം പറഞ്ഞു. ഈ കുട്ടിയെ ഞങ്ങളുടെ വിദ്യാലയത്തിന് വേണ്ട. കാരണം ഈ കുട്ടി ഉണ്ടെങ്കിൽ ഈ കുട്ടി മാത്രമല്ല, ഈ വിദ്യാലയം തന്നെ നശിച്ചു പോകും എന്ന ഒരർത്ഥത്തിലാണ് അവർ സംസാരിക്കുന്നത്. ആ അമ്മ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാതെ അവിടെ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു വന്നു. പിറ്റേന്ന് അവളെയും കൂട്ടി പുതിയ വിദ്യാലയത്തിലേക്ക് പുറപ്പെടുകയാണ്. ഈ അമ്മയെ ലോകം വളരെയധികം ആദരവോടുകൂടി കാണുന്നുണ്ട്. കാരണം ആ അമ്മ ആ കുട്ടിയോട് വളരെ സ്നേഹത്തോടു കൂടി പറയുകയാണ്, മകളെ, നിനക്ക് കുറച്ചുകൂടി നല്ല വിദ്യാലയം നമുക്ക് വേണം. അതുകൊണ്ട് നിനക്ക് മിടുക്കരായ ആളുകൾ പഠിക്കുന്ന വളരെ മനോഹരമായ ഒരു വിദ്യാലയത്തിലേക്ക് നമുക്ക് പുറപ്പെടാം. അങ്ങനെയാണ് ഈ തീവണ്ടി മുറികൾ, പഴയ തീവണ്ടി കോച്ചുകളൊക്കെ ചേർത്ത് വെച്ച ഒരു വിദ്യാലയത്തിലേക്ക് ഇവർ പ്രവേശിക്കുന്നത്. അവിടെ പ്രവേശിച്ചപ്പോൾ അവിടെ പ്രിയപ്പെട്ട കൊബായാഷി മാസ്റ്റർ ഉണ്ട്. കൊബായാഷി മാസ്റ്ററാണ് ആ വിദ്യാലയത്തിൻ്റെ ഹെഡ് മാസ്റ്റർ. കൊബായാഷി മാസ്റ്ററുടെ അടുത്തെത്തിയപ്പോൾ കൊച്ചു ടോട്ടോ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ തീവണ്ടിയുടെ ഓഫീസറാണോ? തീവണ്ടി ഓടിക്കുന്ന ആളാണോ? അല്ല, ഞാൻ ഈ വിദ്യാലയത്തിൻ്റെ ഹെഡ് മാസ്റ്ററാണ്. കൊബായാഷി മാസ്റ്റർ അവളോട് നിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുകയാണ്. അമ്മച്ചിയോട് കുട്ടിയോടും വലിയ ഇൻ്റർവ്യൂ നടത്തുന്ന കാലഘട്ടമാണിത്. ഇവിടെ അങ്ങനെയൊന്നുമല്ല. കൊബായാഷി മാസ്റ്റർ നിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കേൾപ്പിക്കാൻ. കുട്ടികളൊക്കെ ജിജ്ഞാസ ഉള്ളവരാണ്. അവർക്ക് പറയാൻ ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. 4 മണിക്കൂർ സമയമാണ് ആ അധ്യാപകൻ ആ കുട്ടിയോട് സംസാരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, നീ ഇനി മുതൽ ഈ വിദ്യാലയത്തിലെ കുട്ടിയാണ്. കൊച്ചു ടോട്ടോയ്ക്ക് വലിയ സന്തോഷമായി. ഏതൊരു കുട്ടിക്കും തങ്ങളെ കേൾക്കുന്നവരെയാണ് ഏറ്റവും അധികം ഇഷ്ടം. തങ്ങളുടെ കുസൃതികൾ പറയാൻ, തങ്ങളുടെ കണ്ടുപിടുത്തങ്ങൾ പറയാൻ, ഇതൊക്കെ കേൾക്കാനായിട്ടുള്ള ഒരു അധ്യാപകനെയാണ് എല്ലാ കുട്ടികൾക്കും ഇഷ്ടം. ഇവിടെ ഇതാ തനിക്ക് കൂട്ടുകാരനായിട്ട് അതും ആ വിദ്യാലയത്തിൻ്റെ ഹെഡ് മാസ്റ്ററെ ലഭിച്ചിരിക്കുന്നു. ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത് പിറ്റേന്ന് പുലരുന്ന വരെയുള്ള സമയം കാത്തിരുന്നു. അത്രയും വലിയ ഒരു സമയമായിരുന്നു അത് എന്നാണ് അവർ എഴുതിയിട്ടുള്ളത്. കാരണം ഇത്രയും സ്നേഹനിധിയായ തൻ്റെ അധ്യാപകനെയും തൻ്റെ വിദ്യാലയത്തെയും എത്രയും പെട്ടെന്ന് കാണാനായിട്ട് ആ കുട്ടി ആഗ്രഹിച്ചു. അവിടെ നിന്ന് അങ്ങോട്ട് മുഴുവൻ ഈ വിദ്യാലയത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു വിദ്യാർത്ഥി സമൂഹത്തെയും നമുക്ക് അവിടെ കാണാം. നമ്മുടെ നാട്ടിലൊക്കെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ വിപ്ലവങ്ങളുണ്ടായി. അറിഞ്ഞു പഠിക്കണം, മണ്ണറിഞ്ഞ് പഠിക്കണം, മനസ്സറിഞ്ഞ് പഠിക്കണം, കുട്ടിയെ കേന്ദ്രീകരിച്ചുള്ള വിദ്യാഭ്യാസ രീതിയൊക്കെ അടുത്ത കാലത്ത് വന്നു. പക്ഷെ ഇതിനേക്കാളൊക്കെ എത്രയോ മുൻപേ
ജപ്പാനിലെ ഈ ഒരു രീതി കൊബായാഷി മാസ്റ്റർ നടപ്പിലാക്കി. അദ്ദേഹം നടപ്പിലാക്കിയതൊക്കെ വളരെ വ്യക്തമായ പ്ലാനോട് കൂടിയിട്ടാണ്. ഇതിൻ്റെ മുഖവുരയിലെ എഴുത്തുകാരി അത് സൂചിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ എത്രയോ വളർന്നു കഴിഞ്ഞപ്പോഴാണ് ആ അധ്യാപകൻ ചെയ്ത കാര്യങ്ങൾ എന്തിനു വേണ്ടിയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നത്. അപ്പോൾ ഈ മണ്ണറിയാനായിട്ട് കൃഷിമാഷിൻ്റെ അടുത്തേക്ക്, ഒരു അധ്യായത്തിൻ്റെ പേര് കൃഷിമാഷ് എന്നാണ്, ആ വിദ്യാലയത്തിലെ കുട്ടികളെയെല്ലാം കൂട്ടി കൃഷി ചെയ്യുന്ന വയലിലെ വേല ചെയ്യുന്ന ആളുടെ അടുത്തേക്ക് പോവുകയാണ്. ആ കൃഷിയിടത്തേക്ക് അവർ വയലിലേക്ക് ഇറങ്ങി അവർ ആ ചെളിയിൽ കളിച്ചും ചിരിച്ചും അവരുടെ കൈകൾ നനഞ്ഞും അവർ കൃഷിയെ പരിചയപ്പെടുന്നുണ്ട്. അവിടുത്തെ അധ്യാപകൻ എന്ന് പറയുന്നത് ആ കൃഷി ചെയ്യുന്ന ആ മുതിർന്ന വയസ്സായ ആ വ്യക്തിയാണ്. അതുപോലെ ഓരോ കാര്യങ്ങളും പരീക്ഷാ പേടിയില്ലാത്ത ഒരു പരീക്ഷകളെ കുറിച്ചിട്ടും ഒക്കെ ഇവിടെ വിവരിക്കുന്നുണ്ട്. ഓരോന്നിനും ഓരോ പ്രത്യേകത ഈ അധ്യാപകൻ കണ്ടുപിടിക്കുന്നുണ്ട്. ഇതിലൊരു അധ്യായത്തിൻ്റെ പേര് മലയിൽ നിന്നും കടലിൽ നിന്നും ഭക്ഷിക്കാമെന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു രീതി? ഇന്ന് ഉച്ചഭക്ഷണ പദ്ധതിയിലെ പാലും മുട്ടയും പച്ചക്കറികളും ഒക്കെ നൽകുന്ന ഒരു രീതി വന്നു അടുത്ത കാലത്ത്. ഇതിനൊക്കെ എത്രയോ മുൻപേ കൊബായാഷി മാസ്റ്റർ ഒരു സമീകൃത ആഹാരത്തിൻ്റെയും ഒരു പദ്ധതി നടപ്പിലാക്കി. അദ്ദേഹം കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ മലയിൽ നിന്നുള്ള പങ്കും കൊണ്ടുവരണം, കടലിൽ നിന്നുള്ള പങ്കും കൊണ്ടുവരണം. എന്താണ് മലയിൽ നിന്നുള്ള പങ്ക്? അത് നമുക്കറിയാം, പച്ചക്കറികളും മറ്റു അതുമായി ബന്ധപ്പെട്ട വസ്തുക്കളാണ്. കടലിൽ നിന്നുള്ള പങ്ക് എന്താണ്? അത് മത്സ്യ വിഭവങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം ഇത് ഇനി ഏതെങ്കിലും കുട്ടിക്ക് കുറവുണ്ടെങ്കിൽ കൊബായാഷി മാസ്റ്ററും അദ്ദേഹത്തിൻ്റെ പത്നിയും ഇതെല്ലാം കൊണ്ടുവന്ന് കുട്ടികൾക്ക് കൊടുക്കും. കാരണം മിടുക്കരായ വിദ്യാർത്ഥികൾ വേണമെങ്കിൽ, മിടുക്കരായ കുട്ടികളാവണമെങ്കിൽ എന്ത് വേണം? നല്ല ആഹാരം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇവർ ആ കാര്യത്തിൽ വളരെ രസകരമായ ഒരു ചൊല്ല് ഇവർ കണ്ടുപിടിച്ചിരിക്കുക. അതുപോലെ തന്നെ അവരൊരു പാട്ട് പാടിയിട്ടാണ് കഴിക്കുക, ചവച്ചര ചിറക്കിടാം. അപ്പോൾ ആ ഒരു പാട്ട്, അതിൻ്റെ പൂർണ്ണമായ വരികളും ഞാൻ വിട്ടുപോയിട്ടുണ്ട്. ആ പാട്ട് പാടിയിട്ട് ഇവർ ആ ഭക്ഷണം കഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ കുട്ടികളിൽ അറിഞ്ഞോ അറിയാതെയോ ഭക്ഷണശീലത്തിൻ്റെ നല്ല വശങ്ങൾ മനസ്സിലാക്കണം. അതിനാണ് ആ ഒരു രീതിയിൽ അവരെ ആ ഒരു പാട്ട് കൊബായാഷി മാസ്റ്റർ അവരെ പഠിപ്പിക്കുന്നത്. അവർ പാട്ട് പാടി ഭക്ഷണത്തിൻ്റെ ഇരിക്കുന്നത്. അതുപോലെ ആ വിദ്യാലയത്തിൽ മുഷിഞ്ഞ വസ്ത്രം ഇട്ടിട്ട് വരുന്നവരെയാണ് കൊബായാഷി മാസ്റ്റർക്ക് ഇഷ്ടം. കാരണം എന്താ? മുഷിഞ്ഞ വസ്ത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. വലിയവനെന്നോ ചെറിയവനെന്നോ വ്യത്യാസമില്ല. നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്ന കുറച്ച് പേരല്ല ആവശ്യം. മുഷിഞ്ഞ വസ്ത്രങ്ങൾ ബുദ്ധിമുട്ടില്ല. നന്നായി കളിക്കാം, നന്നായി പാടാം, ആടാം, ചെളിയിലിറങ്ങി കളിക്കാം. ഇതൊന്നും അവരെ ബാധിക്കുന്നില്ല. അപ്പോൾ ഈ മുഷിഞ്ഞ വസ്ത്രങ്ങൾ അവർ ധരിച്ചു വരണമെന്ന് ഒരു അതിൽ നിന്ന് വിലക്കാത്ത, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അധ്യാപകനെ നമുക്കിവിടെ ദർശിക്കാൻ കഴിയും. നമ്മുടെ വിദ്യാലയവും കൊബായാഷി മാസ്റ്ററുടെ വിദ്യാലയവും വേറിട്ട് നിൽക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. നമ്മുടെ വിദ്യാലയങ്ങളിൽ ഒന്ന് ചുളുങ്ങിയാൽ, ചിലപ്പോൾ ഒരുപക്ഷെ പറ്റിയാലൊക്കെ നമ്മുടെ വിദ്യാലയത്തിലെ അധ്യാപകരൊക്കെ ചിലപ്പോൾ വൃത്തിയില്ലാത്ത കുട്ടിയായല്ലോ നീ ചോദിച്ച് കളിയാക്കുമായിരിക്കാം. പക്ഷെ ഇവിടെ അതൊന്നുമല്ല പ്രാധാന്യം. നിങ്ങൾ സ്വാഭാവികമായ വിദ്യാഭ്യാസം, നൈസർഗികമായിട്ട് നിങ്ങൾ വരണം. നിങ്ങൾ എന്താണോ അതാണ് നിങ്ങൾ സൃഷ്ടിച്ചത് എങ്ങനെയാണോ അതിൽ നിങ്ങളുടെ കഴിവുകൾ എന്താണോ അതെല്ലാം കണ്ടുപിടിക്കണമെങ്കിൽ അതിന് നൈസർഗികമായ ഒരു അന്തരീക്ഷം വേണം. ഈ ക്ലാസ് മുറികളിൽ ആർക്കും ഒരു പ്രത്യേകമായ നിർദ്ദേശങ്ങളൊന്നുമില്ല. നിങ്ങൾ ഓരോ കുട്ടിയും വന്ന് കുട്ടികൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. വരയ്ക്കാനാണ് താല്പര്യമെങ്കിൽ അവർക്ക് വരച്ചു തുടങ്ങാം. അവർക്ക് നിർദ്ദേശങ്ങൾ നൽകാനായിട്ട് അധ്യാപികമാരുണ്ട്. അവർക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങളാണ് ചെയ്യാൻ ആഗ്രഹിക്കുകയെന്നെങ്കിൽ അവരുടെ ഇഷ്ടം പോലെ പ്രവർത്തിക്കാനായിട്ട് ഉള്ള ഒരു കുഞ്ഞു വിദ്യാലയമാണ് ടോമോ എന്ന് പറയുന്നത്. കൊബായാഷി മാസ്റ്ററുടെ ടോമോ എന്ന് പറയുന്ന, ടോമോ ഗ്വാക്വേൻ എന്ന് പറയുന്ന ആ വിദ്യാലയം. അതും വളരെ രസകരമാണ്. തീവണ്ടി കോച്ചുകൾ ഉപയോഗശേഷം കേടുവന്ന വണ്ടികളുടെ ഭാഗങ്ങൾ ഉപയോഗിച്ചാണ് ആ വിദ്യാലയം ഉണ്ടാക്കിയിട്ടുള്ളത്.
ആ വിദ്യാലയത്തിൽ 50 ഓളം കുട്ടികളെ ഉള്ളൂ. കാരണം ഈ കൊബായാഷി മാസ്റ്റർ ഒരു പരസ്യമോ ഈ ഒരു രീതിയെക്കുറിച്ചിട്ടുള്ള വലിയ മറ്റു വാഗ്ദാനങ്ങളോ ഒന്നും നൽകുന്ന വ്യക്തിയല്ല. വളരെ നൈസർഗികമായി കുട്ടികൾ വളരണം എന്ന ഒരു നിർബന്ധ ബുദ്ധി അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഇവിടെ നടപ്പിലാക്കുന്ന പേടിയില്ലാതെ നിർഭയമായിട്ട് വർത്തിക്കാനായിട്ട് കഴിയുന്ന കുറച്ച് കുട്ടികൾ, അവരെയെല്ലാം നീന്തൽ കുളത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവർക്ക് നീന്തലിൻ്റെ വസ്ത്രങ്ങളില്ലെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് വസ്ത്രമില്ലാതെയും കുളിക്കാം. കാരണം നിങ്ങൾ നാണിച്ചു നിൽക്കേണ്ടവരല്ല. നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു അപകർഷതാബോധമൊന്നും ആവശ്യമില്ല. നിങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് ഒരു നീന്തൽ കുളത്തിൽ കുളിച്ചും കളിച്ചും പഠിച്ചും ഒക്കെ വളരുവാൻ അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ വിദ്യാഭ്യാസ ചിന്തകരൊക്കെ ആലോചിക്കുന്നതിനും ഒക്കെ മുന്നേ ഈ ഒരു ആത്മാർത്ഥമായിട്ട് കുട്ടികളെ ആയിട്ട് ഇടപെട്ട ഒരു അധ്യാപകൻ, ഒരുപക്ഷെ ഈ ഈ ആകാശത്തിലെ പറവുകളെ നോക്കി വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല എന്നൊക്കെ നമ്മുടെ യേശുനാഥൻ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ചെറിയ കടുകുമണിയെ എടുത്ത് ഇത് വളർന്നു വന്നാൽ വലിയ മരമായി തീരും, അത് പക്ഷികൾ ചേക്കേറാൻ വലുപ്പത്തിലായിരിക്കും. അതൊക്കെ അങ്ങനെയുള്ള പഠനങ്ങൾ ആരെയും ആകർഷിക്കുന്ന രീതിയിൽ, കുട്ടികളായാലും മുതിർന്നവരായാലും ഏതൊരു അവസ്ഥയിലുള്ളവരെയും ആകർഷിക്കുന്ന രീതിയിലാണ് ബൈബിളിലെ ലോക ഗുരുനാഥൻ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹം മണ്ണറിഞ്ഞ് മനസ്സറിഞ്ഞ് പഠിപ്പിക്കാനായിട്ടാണ് ആഗ്രഹിച്ചത്. ഒരുപക്ഷെ മറ്റ് വിദ്യാലയങ്ങളിൽ നിന്ന് ടോമോയെ വ്യത്യസ്തമാക്കിയതും ഇങ്ങനെ തന്നെയാണ്. അവിടെ നാടകമായാലും സംഗീതമായാലും അതിനെല്ലാത്തിനും അവിടെ സമയമുണ്ട്. നമ്മുടെ നാട്ടിലെ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചൊക്കെ നമ്മൾ ഇത് കൊടുക്കുന്നുണ്ട്, ചെടികൾ നൽകുന്നുണ്ട്. പരിസ്ഥിതി ദിനത്തിന് കൊടുക്കുന്ന പലതും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഇവിടെ ഈ അധ്യാപകൻ വർഷങ്ങൾക്ക് മുന്നേ ഈ രീതി ഒക്കെ ആരംഭിച്ചു. കുട്ടികൾക്ക് എല്ലാവരും ഓരോ ചെടി വളർത്തണം. ആ ചെടി വളർന്ന് അതിൻ്റെ ചില്ലകൾ വളരുന്നതും അതിൽ പക്ഷികൾ ചേക്കേറുന്നതും ഇതൊക്കെ അവർ കണ്ട് പഠിക്കണം. അപ്പോൾ ഇത്തരം രീതികളൊക്കെ അദ്ദേഹം എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ആ വിദ്യാലയത്തിൽ നടപ്പിലാക്കി. ഒരു ആത്മാർത്ഥതയുള്ള ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കണമെന്ന് ഉള്ളിൽ ആഗ്രഹമുള്ള ഒരു അധ്യാപകന് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയൂ. അങ്ങനെയുള്ള ഒരു അധ്യാപകന് വർഷങ്ങൾക്ക് ശേഷം നൽകുന്ന ആ സ്കൂളിലെ ഓർമ്മകളും, സ്കൂളിലെ 100 ഓർമ്മകൾ, തന്നെ വളർത്തിയെടുത്ത വിദ്യാലയത്തിനെ കുറിച്ചുള്ള തൻ്റെ പ്രിയപ്പെട്ട അധ്യാപകനെ കുറിച്ചുള്ള ഓർമ്മകൾ നിറയുന്ന ഓർമ്മ പുസ്തകമാണ് ഈ ടോട്ടോ ചാൻ. ടോട്ടോ ചാൻ അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏകദേശം എല്ലാ ഭാഷകളിലേക്കും അത് മൊഴിമാറ്റം നടത്തി. ആ മൊഴിമാറ്റം നടത്തിയ മാത്രമല്ല, ഇന്ത്യയിലെ നാഷണൽ ബുക്ക് ട്രസ്റ്റ് അത് പ്രസിദ്ധീകരിച്ചു. മലയാളത്തിലെ നമ്മുടെ പ്രിയപ്പെട്ട കവി അൻവർ അലി അത് മൊഴിമാറ്റം നടത്തിയത്. അപ്പോൾ ആ ഒരു പുസ്തകം ഒരു പക്ഷേ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് വിദ്യാഭ്യാസത്തോട് അറിവ് നേടേണ്ടത് എന്ന് പറഞ്ഞു തരും. മാതാപിതാക്കൾ എങ്ങനെ കുട്ടികളെ കൈകാര്യം ചെയ്യും, പഠനം എന്നത് എന്താണ്, നൈസർഗികതയിലൂടെ കുട്ടികൾ പഠിക്കുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി തരും. ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം എങ്കിലും ഒരു തവണയെങ്കിലും വായിക്കേണ്ട ഒരു പുസ്തകമാണ്. കാരണം ചിലപ്പോഴൊക്കെ പല സാഹചര്യങ്ങളാൽ വേദനിക്കുമ്പോഴും പല സാഹചര്യങ്ങളാൽ തൻ്റെ കടമകൾ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുമ്പോഴും ഈ പുസ്തകം പക്ഷേ ഒരു വഴിവിളക്കായി നിങ്ങളുടെ മുന്നിൽ ഉദിച്ചു നിൽക്കാം. ഇതിലെ അവസാന സമയത്ത് അവിടെ 1940കളിലാണ് ഈ വിദ്യാലയം ഉയർന്നു വരുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ തീജ്വാലകൾ ഉയരുന്ന സമയത്ത് ഇവിടെ ഈ കൊച്ചുകുട്ടികൾ ഈ അധ്യാപകൻ്റെ ഈ കൊച്ചു ബോഗിക്കുള്ളിലെ വളരെ സ്വസ്ഥമായി വിഹരിക്കുകയാണ്. അവർ പഠിക്കുകയാണ്, അവർ കളിക്കുകയാണ്, അവർ ചിന്തിക്കുകയാണ്. ഈ അധ്യാപകൻ്റെ ഉള്ളിലും ഒരുപാട് വിഹ്വലതകളുണ്ട്. കാരണം ഈ ഒരു പുറത്ത് എപ്പോൾ വേണമെങ്കിലും ആപത്ത് പറ്റാം. പക്ഷേ അതൊന്നും അദ്ദേഹത്തെ അലട്ടുന്നില്ല. ഈ കുട്ടികളുടെ ചിന്തകളും കുട്ടികളുടെ പഠനങ്ങളും. ഇപ്പോൾ യുദ്ധം രൂക്ഷമാകുന്നതോടുകൂടി ഓരോരോ കുട്ടികളെ പറഞ്ഞയക്കേണ്ടി വരികയാണ്. അങ്ങനെ 1945 ഈ വിദ്യാലയത്തിൻ്റെ പുറത്തും ബോംബുകൾ വർഷിക്കപ്പെട്ടു. അന്ന് ആ ബോംബുകൾ വർഷിച്ച് തീനാളങ്ങൾ ഉയർന്നപ്പോൾ കൊബായാഷി മാസ്റ്റർ പറയുന്ന കുറച്ച് വാചകങ്ങളുണ്ട്. B-29 ബോംബറുകളിൽ നിന്ന് വർഷിച്ച മാരകമായ അനേകം ഷെല്ലുകൾ ക്ലാസ് മുറികളായി പ്രവർത്തിച്ചിരുന്ന റെയിൽവേ കോച്ചുകൾക്ക് മുകളിൽ ഹുങ്കാര ശബ്ദത്തോടെ പതിച്ചു.
ഹെഡ്മാസ്റ്ററുടെ സ്വപ്നത്തിൽ ത്രസിച്ചു നിന്നിരുന്ന പള്ളിക്കൂടം തീനാളങ്ങളിൽ മറഞ്ഞു. അദ്ദേഹം ഒരുപാട് സ്നേഹിച്ച കുഞ്ഞിച്ചിരികളുടെയും ചിലക്കലുകളുടെയും സ്വരഭേദങ്ങൾക്ക് പകരം പള്ളിക്കൂടമൊന്നാകെ ഭയാനകമായ ഒരു ശബ്ദഘോഷത്തോടെ നിലപൊത്തി. ശമനമില്ലാത്ത അഗ്നി അതിൻ്റെ ശിലാതലത്തോളം എരിയിച്ചു കളഞ്ഞു. ജിയുഗോയിലെമ്പാടും തീനാളങ്ങൾ പാളിയുയർന്നു. എല്ലാറ്റിനുമിടയിൽ തെരുവിൻ്റെ വിജനതയിൽ നിന്ന് ടോമോ കത്തിയെരിയുന്ന ദൃശ്യം മാസ്റ്റർ കണ്ടു. എപ്പോഴത്തെയും പോലെ തന്നെ അദ്ദേഹം തൻ്റെ ഏറെ നരച്ചുപോയ കറുമ്പൻ സ്യൂട്ടണിഞ്ഞിരുന്നു. കൈകൾ കീശയിൽ തിരുകി മാസ്റ്റർ നിന്നു. ഏതു തരം സ്കൂളായിരിക്കാം നാം അടുത്ത പ്രാവശ്യം കെട്ടിയുയർത്തുക? ചാരത്ത് നിന്നിരുന്ന സർവകലാശാല വിദ്യാർത്ഥി മകൻ ടോമോയോട് അദ്ദേഹം ചോദിച്ചു. അത്ഭുത പാരവശ്യത്തോടെ ടോമോ ആ വാക്കുകൾ കേട്ടു. ഇപ്പോൾ പള്ളിക്കൂടത്തെ ആകമാനം മൂടിക്കൊണ്ടിരുന്ന തീനാളങ്ങളെക്കാൾ തീഷ്ണമായിരുന്നു സൊസുഗോ കൊബായാഷി മാസ്റ്റർ എന്ന ഹെഡ്മാസ്റ്റർക്ക് കുട്ടികളോടുണ്ടായിരുന്ന സ്നേഹവാത്സല്യങ്ങളും അധ്യാപനത്തോടുള്ള അദ്ദേഹത്തിൻ്റെ അടങ്ങാത്ത അഭിനിവേശവും. ഇത് ഒരു അധ്യാപകൻ ഒരു വിദ്യാലയത്തെ എത്രമാത്രം സ്നേഹിച്ചു, അവിടുത്തെ കുട്ടികളെ എത്രമാത്രം സ്നേഹിച്ചു, അവരെ എത്രമാത്രം അടുത്തറിഞ്ഞു. ഈ അടുത്തറിയലുകളിലൂടെയാണ്, കുട്ടിയെ അറിഞ്ഞ് പഠിപ്പിക്കുമ്പോഴാണ് കുട്ടി വളരുന്നത്. എത്രമാത്രം അവരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി ആത്മാർത്ഥമായിട്ട് അവരെ അറിഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ രീതിയിലും നിങ്ങൾ ആ വിദ്യാർത്ഥികളുടെ കുടുംബങ്ങളെ സന്ദർശിക്കണം, അവരുടെ മാതാപിതാക്കളെ അറിയണം, അവരുടെ കുടുംബ പശ്ചാത്തലം അറിയണം എന്നൊക്കെ പറയുന്നത്. എല്ലാവരും അധ്യാപകരും വിദ്യാലയങ്ങളുടെ ഉള്ളിൽ മാത്രമല്ല, വിദ്യാലയത്തിന് പുറത്തും ഒരു ലോകമുണ്ട്. ആ ലോകത്തേക്ക് ഇറങ്ങി മണ്ണിനെയും മനുഷ്യനെയും മനസ്സറിഞ്ഞ് സ്നേഹിച്ച് പഠിക്കാനായിട്ട് ഈ കൊച്ചു ടോട്ടോ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ടോട്ടോ ചാൻ എന്നത് തെസുഗോ കുറോയോ നഗിയയുടെ ഒരു ആത്മാർത്ഥമായ ഒരു ആത്മസമർപ്പണം ആണ്. തൻ്റെ ഗുരുദക്ഷിണയായിട്ട് തൻ്റെ ഗുരുവിന് നൽകുന്ന ഒരു ഗുരുദക്ഷിണയായിട്ട് പുസ്തകത്തെ കാണാം. ഈ പുസ്തകത്തിലെ ഒരു അധ്യായം പയ്യെ ചവയ്ക്കും പാട്ട് എന്നാണ്. ഈ പാട്ട് ഒരു പ്രത്യേകതയുള്ള പാട്ടാണ്. കാരണം ഈ കുട്ടികൾ എങ്ങനെ ഭക്ഷണം കഴിക്കണം എന്ന് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു പാട്ട് ഇതിലുണ്ട്. ഈ പാട്ടൊന്ന് പാടാം. ചവച്ചരച്ചറക്കിടാം കഴിച്ചിടുന്നതൊക്കെയും ചവച്ചരച്ചുമെല്ലവേ ഇറച്ചി ചോറു മീൻ കറിയും. ഈ കുട്ടികൾ ഇത് ആവർത്തിച്ച് പാടിക്കൊണ്ടാണ് ഭക്ഷണം കഴിക്കാൻ ആരംഭിക്കുന്നത്. എന്തിനാണ് ഈ കൊബായാഷി മാസ്റ്റർ ഈ പാട്ട് പാടിക്കുന്നത്? എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്? ഓടിച്ചെന്ന് പെട്ടെന്ന് തീർക്കേണ്ട ഒന്നല്ല, അത് അറിഞ്ഞ് ഭക്ഷിക്കണം, അത് ചവച്ചരച്ചിറക്കിടാം, അത് അവരെ കൊണ്ട് പാടിക്കുകയാണ്. ഇപ്പോൾ ഈ പുസ്തകം തർജ്ജിമ ചെയ്തത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവിയായ അൻവർ അലിയാണ്. അദ്ദേഹം വളരെ രസകരമായി തന്നെ ഇതുപോലെയുള്ള കുഞ്ഞു പാട്ടുകളും അതുപോലെ തന്നെ കടങ്കഥകളും ഒക്കെ വളരെ രസകരമായി തന്നെ ഇത്തരം രീതിയിൽ തർജ്ജിമ ചെയ്തിട്ടുണ്ട്. വളരെ രസകരമായിട്ട് ഇതിൻ്റെ തർജ്ജിമ ചെയ്ത അൻവർ അലി നമ്മുടെ മലയാള ഭാഷയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹം ചെയ്ത വലിയൊരു മഹത്തായ കാര്യമായിട്ടാണ് ഈ ഒരു തർജ്ജിമ. സൊസുഗു കൊബായാഷി മാസ്റ്ററുടെ സ്മരണയ്ക്ക് മുന്നിൽ നമിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നഗരത്തിൽ നിന്നൊഴിഞ്ഞു പോകുന്നവരെ കൊണ്ട് കുത്തി നിറച്ച ഒരു തീവണ്ടിയിൽ മുതിർന്നവർക്കിടയിൽ ഞെരിഞ്ഞമർന്ന് കിടക്കുകയായിരുന്നു ടോട്ടോച്ചാൻ. തീവണ്ടി കിഴക്കൻ പ്രദേശത്തേക്ക് കുതിക്കുകയായിരുന്നു. ജനാലയിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കിയപ്പോൾ അവൾ വേർപാടിന്റെ വേളയിൽ മാസ്റ്റർ പറഞ്ഞ വാക്കുകൾ ഓർത്തു. വിഷമിക്കണ്ട കേട്ടോ, നമ്മളെല്ലാവരും വീണ്ടും കാണും. തരം കിട്ടുമ്പോഴെല്ലാം അദ്ദേഹം പിന്നെയും പിന്നെയും പറയാറുള്ള മറ്റൊന്നുകൂടി ഓർത്തു. ടോട്ടോച്ചാൻ താൻ നോക്ക്, നേരായിട്ടും നീ ഒരു നല്ല കുട്ടിയാ. ആ വാക്കുകൾ മറന്നു പോകാൻ അവൾ ഇഷ്ടപ്പെട്ടില്ല. ഉടൻ തന്നെ വീണ്ടും കൊബായാഷി മാസ്റ്ററെ കണ്ടുമുട്ടുമെന്ന കിനാവിൻ്റെ തണൽ പറ്റിക്കിടന്ന് പിന്നീടെപ്പോഴോ അവൾ ഉറങ്ങിപ്പോയി. ഉത്കണ്ഠാകുലരായ സഞ്ചാരികളെയും ചുമന്ന് കടുത്ത ഇരുട്ടിലൂടെ തീവണ്ടി അലറിക്കൊണ്ടിരുന്നു.